Hi friends, Assalamualaikum. Welcome back. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അവർ ഭക്ഷണത്തിന് നമ്മുടെ കൂടെ ഇല്ലാന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യണം തോന്നി. അങ്ങനെയാണ് നമ്മുടെ കോക്ടെയിൽ പായസം ഒന്ന് ഉണ്ടാക്കാനുള്ള പ്ലാനൊക്കെ വന്നത്. അപ്പോൾ അത് വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് വെച്ചു. അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. പിന്നെ നമ്മുടെ ഗസ്റ്റ് പായസത്തിന് കുറച്ച് റിവ്യൂസും കൂടെ പറഞ്ഞപ്പോൾ അതും കൂടെ ഒന്ന് ഷൂട്ട് ചെയ്ത് നമ്മുടെ വീഡിയോൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് റെഡിയാക്കാൻ നമുക്ക് മെയിൻലി ആവശ്യമുള്ള സാധനങ്ങൾ ഫ്രൂട്ട്സാണ്. ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കണം. ആപ്പിളും പൈനാപ്പിളും ബനാനയും ഒക്കെ ഓരോ ബൗൾ വീതം കട്ട് ചെയ്ത് റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങാക്കൊത്ത് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് വെക്കണം. അതുപോലെ ശർക്കര മെൽറ്റ് ചെയ്ത് വെക്കണം. ഒരു 3 ശർക്കരയാണ് ഇവിടെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ തേങ്ങാപ്പാലും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ 1-ാം പാലും 2-ാം പാലും വെക്കണം. 1-ാം പാൽ നമ്മൾ തീരെ വെള്ളം ചേർക്കാതെ കട്ടിയിലും 2-ാം പാലും ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ കോക്ടെയിൽ പായസം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ആദ്യം നമുക്ക് നമ്മുടെ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് ചൂടായതിന് ശേഷം നമുക്കൊരു 3-4 കാഷ്യൂനട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് റോസ്റ്റ് ആയിട്ട് നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പായസം സക്സസ് ആവുമോ ഫ്ലോപ്പ് ആവുമോ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ സക്സസ് ആവുകയാണെങ്കിൽ നിങ്ങളെ കാണിക്കുക, ഇല്ലെങ്കിൽ ഒഴിവാക്കുക എന്നുള്ളൊരു പ്ലാനിലാണ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ 2-ാം പാലിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ പാലൊക്കെ ഒന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് നമ്മൾക്ക് നല്ലോണം കുക്കായതിന് ശേഷം ഒന്ന് പേസ്റ്റാക്കി മാറ്റണം. എന്നിട്ട് അതിലാണ് നമ്മുടെ പായസം പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ ഫ്രൂട്ട്സൊക്കെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടാറിയതിന് ശേഷം ഇത് നല്ല ഫൈൻ പേസ്റ്റാക്കി അടിച്ചെടുക്കണം. എന്നിട്ടാണ് നമ്മുടെ ബാക്കി പ്രിപ്പറേഷൻസൊക്കെ വരുന്നത്. അങ്ങനെ നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ ചൂടെല്ലാം പോയി അതൊന്ന് ഫൈൻ പേസ്റ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നീട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 3 ടീസ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാ പീസുകളും കൂടെ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഇത് നമ്മളെ പായസത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ കടിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതൊന്ന് നല്ല റോസ്റ്റായിട്ട് വരണം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നത് വരെ നമ്മളിങ്ങനെ ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ ആ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഹസ്ബൻഡ് വന്നിട്ട് ഇത് എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ചോദിക്കുമ്പോൾ പഴവും പൈനാപ്പിളും ആപ്പിളൊക്കെ എന്ന് പറഞ്ഞപ്പോൾ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് ആരെങ്കിലും പായസം ഉണ്ടാക്കുമോ എന്നൊക്കെ ക്വസ്റ്റ്യൻസൊക്കെയാണ്. ഇതൊന്നും കൂടെ ഒന്ന് കുക്കായി വരാനുണ്ട്. അപ്പോൾ നമ്മുടെ ചെറിയ തീയിലിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കണം. അടിയിലൊക്കെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നീട് അതിലേക്ക് നമ്മുടെ ശർക്കര മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഏകദേശം ഒരു 3 ശർക്കര മെൽറ്റ് ചെയ്ത് വെച്ചതാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് മെൽറ്റ് ചെയ്ത് നമ്മുടെ അരിപ്പയിലൂടെ ഒന്ന് അരിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. അല്ലെങ്കിൽ ഇതിൻ്റെ തരിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കടിക്കും. അതുകൊണ്ട് അരിപ്പയിലൂടെ ഒന്ന് അരിച്ച് റെഡിയാക്കിയതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതൊന്ന് ചൂടായതിന് ശേഷം നമ്മുടെ 1-ാം പാൽ ഒഴിക്കുകയാണ്. കറക്റ്റ് ആ ഒഴിക്കുന്ന സീന് എൻ്റെ കയ്യിൽ നിന്ന് വീഡിയോ എടുത്തപ്പോൾ അങ്ങ് മിസ്സായിപ്പോയി. ഇപ്പോൾ 1-ാം പാലൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളക്കുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കുക. കൂടുതൽ തിളക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഗസ്റ്റും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗസ്റ്റ് പറയുന്ന റിവ്യൂസൊക്കെ ഒന്ന് കേൾക്കാം. എന്ത് വെച്ചിട്ട് ഉണ്ടാക്കിയ പായസമെന്ന് പറയുമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന റിവ്യൂസൊക്കെ ഒന്ന് കേൾക്കാം നമുക്ക്. ഇത് ഒന്നും മനസ്സിലാവാത്തോണ്ട് ഞാൻ ഇങ്ങനെ വിളിച്ചിരിക്കുന്നത്. എന്നാലും ടേസ്റ്റ് ചെയ്തിട്ട് വണ്ടർഫുൾ സമ്മതിച്ചിരിക്കുന്നു. എനിക്ക് അതിന്റെ ഓരോ പീസസ് ഒക്കെ കടിക്കുമ്പോ ഒക്കെ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ്. എന്താണ് ഐറ്റംസ് ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? എന്തൊക്കെയാണ് മിക്സ് ചെയ്തിരിക്കുന്നത്? ഒരു വൺ വേർഡ് പറഞ്ഞ ഒരു പായസം എന്ന് വേണ്ടി പറയാം. പക്ഷെ പായസം അല്ല, ടേസ്റ്റിൽ വേറെ എന്തോ കലർന്നിട്ടുണ്ട്. ഓക്കെ, ഫ്രൂട്ട്സ് ആണ്. അപ്പൊ അത് പറയാൻ പറ്റുമോ? ഗസ് ചെയ്യാൻ പറ്റുമോ എന്തൊക്കെയുണ്ട്? ഗസ് ചെയ്യാൻ കഴിയണില്ല എനിക്ക്. ഇല്ല, വേറെ എന്തൊക്കെയാ? തേങ്ങ കിടപ്പുണ്ട്, തേങ്ങ കടിക്കുമ്പോ അറിയുന്നുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയോ നാവിലിങ്ങനെ അരിഞ്ഞരിഞ്ഞ് പോകുന്നുണ്ട്. അതെന്തൊക്കെയാന്ന് പിടികിട്ടുന്നില്ല. പക്ഷെ നല്ല ടേസ്റ്റ് കേട്ടോ. ഇത് ആപ്പിള്, പഴം, പൈനാപ്പിള് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ അടിപൊളി. തന്നെയാണല്ലേ? അതങ്ങോട്ട് കുറി പൈനാപ്പിൾ ഉണ്ട്. പിന്നെ
മാത്രല്ല പൈനാപ്പിളാണ്. പൈനാപ്പിളും പിന്നെ ഇതുണ്ട്, എന്താണ് ബനാന ഉണ്ട്. പൈനാപ്പിള്, ബനാന, പിന്നെന്താ ശർക്കര, കോക്ടെയിൽ പായസം. പൈനാപ്പിള് പിന്നെ ബനാന ആപ്പിള് ഒക്കെ ഇട്ടിട്ട് മിക്സഡ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഗസ്റ്റിനൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വളരെ സിമ്പിളായി എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി ഞാൻ ഇനിയും വരുന്നതായിരിക്കും. എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും എപ്പോഴും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.